തിക്കും തിരക്കും അഴിച്ചുപൊളിയും നിറഞ്ഞ പുതുവത്സരാഘോഷങ്ങളിൽ നിന്ന് ഭിന്നമായി നിളാതീരത്തുള്ള പഴയ കലാമണ്ഡലത്തിൽ പുതുവത്സരാഘോഷം ഒരുക്കുകയാണ് കേരള കലാമണ്ഡലം. കഥകളി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങൾ കൊണ്ടും സംഗീതം കൊണ്ടും സമ്പന്നമായിരിക്കും ഇന്നത്തെ രാവ്. കേരളീയ കലാരൂപങ്ങളെ അറിയാനും അനുഭവിക്കാനും ഭാരതപ്പുഴയുടെ തീരത്തൊരുങ്ങുന്ന പുതുവത്സരാഘോഷ പരിപാടി പാതിരാവ് വരെ നീളും. അവിടേക്ക് നമ്മുടെ ജെയ്സൺ പോയിട്ടുണ്ട്. ബാക്കി കഥ ജെയ്സൺ പറയും. പുതുവത്സരം എന്ന് കേൾക്കുമ്പോൾ വലിയ അടിച്ചുപൊളി പാട്ടുകളും അതുപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത ജനക്കൂട്ടമൊക്കെ കാണുന്ന ഒരു കാലത്താണ് ഇപ്പോൾ പുതിയ ഒരു പുതുവത്സരാഘോഷവുമായിട്ട് കേരള കലാമണ്ഡലം രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്ന പല വിഷയങ്ങളെയും പുതിയ ഒരു പുതുവത്സരത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കാനുള്ള അവസരം എന്ന രീതിയിലാണ് നമ്മളിത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇതുവരെ ഇങ്ങനൊരു സംഭവം ഓർഗനൈസ് ചെയ്തിട്ടില്ല. മാത്രമല്ല നമ്മുടെ കലാമണ്ഡലത്തിനെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹം തന്നെ കേരളത്തിന് പുറത്തുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒത്തുചേർക്കാനും അല്ലെങ്കിൽ ഒരുമിച്ച് വരാനും ഈ കാര്യങ്ങളുമായിട്ട് കാണാനും ഇൻട്രാക്ട് ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ആർട്ടിസ്റ്റുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു സന്ദർഭമാണ്. ഇങ്ങനെ പുതുവത്സരമാകാം എന്ന് നമ്മളൊരു ഇത് കാണിക്കുകയാണ്. എന്തൊക്കെ ആക്ടിവിറ്റി എന്നുള്ളത്? കഥകളിയുമായി ബന്ധപ്പെട്ട് കഥകളുടെ അകവും പുറവും, കഥകളുടെ കോസ്റ്റ്യൂംസ് എങ്ങനെ ഉണ്ടാക്കുന്നു, കഥകളുടെ ചുട്ടി എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്, അതുപോലെ കഥകളി കലാകാരൻ എങ്ങനെയാണ് രൂപപ്പെട്ടു വരുന്നത്, ചൊല്ലിയാട്ടം, അല്ല കഥകളി സംഗീതം, ഇതിനെ ഓരോന്നിനും കൃത്യമായി സ്പെസിഫിക്കായിട്ട് ഓരോരോ സ്ഥലത്ത് നമ്മൾ എക്സിബിറ്റ് ചെയ്യുകയാണ്. ബഹളം കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാർക്കും പുതുവത്സരം ആഘോഷിക്കണ്ടേ എന്നൊരു ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു കോൺസെപ്റ്റ് വരുന്നത്. ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. ഇപ്പം അത് രണ്ടും തരായി. ഇങ്ങനൊരു കോപ്പിൻ്റെ പ്രദർശനം ഇതിനു മുമ്പ് കലാമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും വന്ന് ചോദിച്ചു എന്തെങ്കിലും ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ കോപ്പറ തുറക്കുകയും എടുത്തൊരെണ്ണം കാണിച്ചു കൊടുക്കും. പിന്നാമ്പുറത്ത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇനി അത് അപ്രീഷിയേറ്റ് ചെയ്യാനും തോന്നുന്നത്. അതിനെ കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുകയും ചെയ്യാൻ പെർഫോമൻസ് ആണ്. പണ്ടും കഥകളി എന്ന് പറയുന്നത് നൈറ്റ് ലോങ് പെർഫോമൻസ് ആയിരുന്നു. ന്യൂ ഇയറും നൈറ്റ് ലോങ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആണ്. അപ്പോൾ വൈ ഡോണ്ട് വി ഡ്രോ എ പാരലൽ, രണ്ടിനെയും കൂടെ ചേർത്തിട്ട് നമുക്ക് ന്യൂ ഇയറിൽ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട്. ഏതായാലും വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കാൻ തന്നെയാണ് പുതുവത്സരം വേറിട്ട ഒരു ആഘോഷമാക്കി മാറ്റുക. അതാണ് കലാമണ്ഡലം ലക്ഷ്യം. അതിനൊരു തുടർച്ചയുണ്ടാവും തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.